ജമ്മു മേഖലയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ സാധ്യതയുള്ളതിനാൽ അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രത ഇപ്പോഴും തുടരുന്നുണ്ട്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് ഈവനിങ് ആദിൽ പാലോട്. എന്താണ് പൊതുവെ ശ്രീനഗറിലെയും ജമ്മുവിലേക്കും ഒക്കെ ഒരു അവസ്ഥ? വെടിനിർത്തലിൻ്റെ ആശ്വാസം നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരുടെയും മുഖത്തുണ്ട് അല്ലേ? ഉറപ്പായും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിന് മുമ്പ് അരുൺകുമാർ ഇതേ ഷോ ചെയ്യുമ്പോൾ നമ്മളിവിടെ നിന്ന് ഭീതിയോടെയാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ഡ്രോണുകൾ കഴിഞ്ഞ ദിവസം ആകാശത്തുകൂടി തുരുതരാ പോകുന്നതാണ് ദൃശ്യമെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിടരുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം നൽകുന്ന അനുഭവവും കാഴ്ചയും. ഇന്ന് നമ്മൾ ലാൽ ചൗക്കിൽ പോയിരുന്നു. ലാൽ ചൗക്കിലെ കാഴ്ചകൾ പ്രേക്ഷകർ കണ്ടു. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ലാൽ ചൗക്കിലെ പ്രസിദ്ധമായ സൺഡേ മാർക്കറ്റിലേക്കും സമീപത്തെ പാർക്കുകളിലേയുമൊക്കെ ആളുകൾ കൂട്ടമായി എത്തുന്നത് വളരെ സന്തോഷം നൽകുന്ന, ജനജീവിതം സാധാരണഗതിയിലാകുന്നു എന്നതിൻ്റെ കൃത്യമായോ വ്യക്തമായ ദൃശ്യങ്ങളാണ്. ഏതായാലും എങ്കിൽ കൂടി ഏതെങ്കിലും രൂപത്തിലുള്ള സീസ് ഫയർ വയലേഷൻ ഉണ്ടാകുമോ എന്നൊരു സംശയം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുമോ എന്ന സംശയം. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിൽ കനത്ത സുരക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് ഉറി, കുപ്വാര അടക്കമുള്ള മേഖലകളിൽ. കശ്മീരിൻ്റെ ഭാഗമെടുത്താൽ ഉറിയും കുപ്വാരയും ചൗക്കിബൽ അടക്കമുള്ള ഗ്രാമങ്ങളിൽ അതീവ സുരക്ഷയുണ്ട്. പ്രത്യേക ജാഗ്രതയാണ് ആ മേഖലയിൽ ഇപ്പോഴും നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ അവിടെ ജീവിതം ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ജാഗ്രതയോടെ മാത്രമാണ് ജീവിതം മുന്നോട്ട് കുറച്ചുനാൾ കൊണ്ടുപോകാനാവുക എന്ന നിർദ്ദേശം തന്നെയാണ് അവിടെയുള്ള ഗ്രാമവാസികൾക്ക് സൈന്യവും പ്രാദേശിക സർക്കാരുകളും നൽകിയിരിക്കുന്നത്. ജമ്മു മേഖലയെടുത്താൽ ജമ്മു മേഖലയിൽ ഇപ്പോഴും ആശങ്കയുണ്ട് എന്നുള്ളതാണ്. വെടിനിർത്തൽ വന്നിട്ടുണ്ട്, ആ രൂപത്തിലുള്ള ആശങ്കകൾ ഒഴിഞ്ഞെങ്കിലും ആളുകൾക്ക് പഴയ രൂപത്തിലേക്ക് സുഗമമായ സജീവമായ ഒരു ജീവിതത്തിലേക്ക് ഇതുവരെ കടക്കാനായിട്ടില്ല എന്നാണ് നോബൽ കഴിഞ്ഞ ദിവസം ഇന്നും അവിടെ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്തത്. ആ രൂപത്തിൽ കശ്മീരിലും ജമ്മുവിലും ആശങ്ക അതിർത്തി മേഖലകൾ ഒഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി കനത്ത ജാഗ്രത ഇപ്പോഴും തുടരുന്നു. കശ്മീരിലെ പല ശ്രീനഗർ അടക്കമുള്ള വിമാനത്താവളങ്ങൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. കൃത്യമായൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ വിമാനത്താവളങ്ങൾ തുറന്നേക്കും എന്നൊരു സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. അതിൽ എനിക്കൊന്ന് കുറേ നാളുകൾക്ക് ശേഷം സമാധാനമുള്ളൊരു രാത്രിയിലേക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളൂ അല്ലേ അതിൽ? ഉറപ്പായും പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ഇന്നലെ രാത്രിയും നമ്മൾ കിടക്കുമ്പോഴും ഈ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു, സ്ഫോടനത്തിൻ്റെ ശബ്ദം. ഇത് ഒരുപാട് നാളുകൾ സമാധാനത്തോടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കിടക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. താങ്ക് യു അതിൽ. വെരി ഗുഡ് നൈറ്റ് അതിൽ ആൻഡ് മനു ബാലകൃഷ്ണൻ. ഗുഡ് നൈറ്റ്.